ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 5 മണി തൊട്ട് 7 മണി വരെയുള്ള എൻ്റെ ഒരു സമയം കാണിച്ചു തരാവേ. 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അങ്ങ് കഷ്ടപ്പെട്ട് എണീക്കും. വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ ആവശ്യമാണല്ലോ എന്ന് എഴുതിയിട്ട് എണീക്കും. പിന്നെ കുറേ നേരം ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. പിന്നെ പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിലോട്ട് പോകും. കാരണം ഇനി അവിടെയാണ് പണി. തലേന്ന് തന്നെ റൈസ് കുക്കറിൽ ഇങ്ങനെ അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടാവും. നമുക്ക് രാവിലെ എണീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ രാവിലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അപ്പോഴത്തേക്കും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഇരുന്നോളൂ. ഇത്ര രാവിലെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചേട്ടൻ ഇപ്പോൾ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് രാവിലെ ഇവിടെ നിന്ന് താമരശ്ശേരിക്ക് പോകണം. അപ്പം അതുകൊണ്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അവനെ വിടേണ്ടതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനാണല്ലോ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നതും. ആക്ച്വലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ കരി പുരണ്ട അടുക്കള പോലെയാണ് ഇപ്പോഴത്തത്. പക്ഷെ കുഴപ്പമില്ല, നമ്മളതൊക്കെ പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുക്കും. അതുകൊണ്ട് വലിയ സീനില്ല. ഇപ്പോൾ തൽക്കാലമൊക്കെ ഇങ്ങനെ പോട്ടെ. അപ്പോൾ എന്തായാലും രാവിലെ നമുക്ക് അപ്പം കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് പഞ്ചസാരയൊക്കെ ഇട്ട് അവന് കൊടുക്കുന്നത്. കാരണം രാവിലെ കറി വെച്ച് ചിലപ്പോഴേ വെക്കലുള്ളൂ. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയം കൊണ്ട് പെട്ടെന്ന് തീരാറില്ല എൻ്റെത്. അതുകൊണ്ട് രാവിലെ അപ്പവും പഞ്ചസാര അല്ലെങ്കിൽ അപ്പവും കട്ടൻ ചായ അങ്ങനെയൊക്കെ കൊടുക്കൽ. നമ്മൾ കഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് നമ്മൾ ഈ റൈസ് കുക്കറിൽ അരി വെച്ചിട്ടുണ്ടാവും. അപ്പം അത് തിളപ്പിക്കും. പിന്നെ കറി എന്തെങ്കിലും, ഇന്നിപ്പം നമുക്ക് തൈരും മീൻ വറുത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയില്ല. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് രാവിലെ ഒത്തിരി സമയം എടുത്ത് ചെയ്യേണ്ട പണിയൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്നാവും. പിന്നെ ഈ വീഡിയോയ്ക്കൊന്നും വലിയ ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്നാമത് നല്ലൊരു ലൈറ്റിംഗ് സിസ്റ്റം ഇല്ല വീട്ടിൽ. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ലൈറ്റ്. നമുക്ക് ലൈറ്റ് കിട്ടാത്ത ഭാഗത്തായിരിക്കും നമ്മൾ ബൾബ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വീഡിയോയിലും ഞാൻ ഇരുട്ടത്തായിരിക്കും നിന്നിട്ടുണ്ടാവുക. പിന്നെ ഈ ഭക്ഷണമൊക്കെ ആക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഇവനെ ടൗണിലും കൂടി ഒന്ന് കൊണ്ടുവിടണം. കാരണം നമുക്ക് ഇവിടുന്ന് ആദ്യത്തെ ബസ് ഒരു 7:15 7:30 ആവുന്ന സമയത്താണ്. അപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡയറക്റ്റ് ബസ് ഉണ്ട്, അത് പോവും. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ടൗണിലേക്കൊന്ന് കൊണ്ടുവിടണം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ 9:30 ആകുമ്പോൾ പിന്നെ അമ്മേനെ കൊണ്ടുവിടണം, തിരിച്ചു വരണം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അമ്മേനെ കൊണ്ടുവരാൻ പോകണം. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവനെ കൊണ്ടുവരാൻ പോകണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വല്ല പാലെടുക്കുക, ഷീറ്റടിക്കുക, പിന്നെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ജീവിതം. പിന്നെ സമയമുള്ളപ്പോൾ കുറേ സിനിമ കാണുക, കുറേ നേരം കിടന്നുറങ്ങുക, പഠിക്കുക. ആക്ച്വലി ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, ബാങ്ക് കോച്ചിങ്ങൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് ഏകദേശമെല്ലാം. പിന്നെ ഇനിയിപ്പം വേറെ ജോലിക്കൊക്കെ ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ നോക്കുന്നു. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആവണം. അപ്പോൾ ചോറ് വിളമ്പിയിട്ട് ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മീൻ വെക്കുന്നത്. അല്ലെങ്കിൽ മീനിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ ചോറിലാകുമ്പോൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ വാഴയിലയിൽ ഇരുന്നോട്ടെ എന്ന് എഴുതിയിട്ട് വാഴയിലല്ല കേട്ടോ മീൻ വറുത്തതും ചമ്മന്തിയൊക്കെ അങ്ങനെ വെക്കുന്നത്. അല്ല ചോറിൽ നമ്മൾ മിക്സായി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില എടുത്തിട്ട് ജസ്റ്റ് മീനും ചമ്മന്തിയൊക്കെ അതിലിങ്ങനെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ ചെയ്യൽ. ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഞാൻ ഈ തേങ്ങ നമ്മൾ ചിരവാതെ ജസ്റ്റ് പൂളി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് കറക്കി കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരണ്ട പോലെ കിട്ടുമല്ലോ. അങ്ങനെ കേട്ടോ മിക്കവാറും ചിരണ്ടാറ്. അതായത് തേങ്ങ ചിരണ്ടലില്ല, നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് കറക്കുക ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അങ്ങനെ ഞാനവനെ ടൗണിലൊക്കെ കൊണ്ടുവിട്ട് വന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഒരു പാക്കറ്റ് ഹോർലിക്സും പാലും ഒക്കെ വാങ്ങിച്ചിട്ടോ, പിന്നെ ബിസ്ക്കറ്റും. ഇപ്പോൾ എന്താ അറിയത്തില്ല, ഈ ഹോർലിക്സും ബിസ്ക്കറ്റും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിക്കും. പണ്ടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതിയൊക്കെ നോക്കിയിരിക്കും. ഇനിയിപ്പം പപ്പ പള്ളിയിൽ നിന്ന് വരണം, അമ്മ എണീക്കുന്നേ ഉള്ളൂ. ഇനി ബാക്കി അപ്പം ചുടണം, ചായ ആക്കണം, പിന്നെ അമ്മേനെ കൊണ്ടുവിടണം, വരണം. അതൊക്കെയാണ് ഇപ്പോൾ രാവിലത്തെ പരിപാടികൾ. ഇപ്പോൾ ഏകദേശം ഒരു 7:30 ഒക്കെ ആയിട്ടോ സമയം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.